ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നോമ്പൊക്കെ തുറന്ന ക്ഷീണത്തിൽ എല്ലാവരും ഇപ്പോൾ ഒരു മയക്കത്തിലായിരിക്കും അല്ലേ. അപ്പോൾ ഇതാ ഇവിടെ സമയം രാത്രി 10 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പരിപാടി എന്താണെന്ന് അറിയണ്ടേ, ഞാനും നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് ഇതുപോലെ കിടക്കണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷേ നമുക്ക് കിട്ടിയ വർക്കിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിടക്കാനൊന്നും സമയം കിട്ടില്ല. കിട്ടേണ്ടതായിരുന്നു, പക്ഷേ ഇതുപോലെ പെട്ടെന്ന് കൊടുക്കേണ്ട ഓർഡേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ ഇത് റെഡിയാക്കി കൊടുക്കണം കേട്ടോ. എങ്കിലാണ് നമുക്ക് നാളെ പുതിയ ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കോട്ടൺ മെറ്റീരിയലിൽ വന്നിരിക്കുന്ന 44 പീസാണെന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 10 പീസാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ 10 പീസും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. XXL സൈസിൽ ഡബിൾ കളറിൽ വന്നിരിക്കുന്ന കോട്ടൺ പീസാണ് കേട്ടോ അത്. അപ്പോൾ ഇപ്പോൾ ഞായറാഴ്ച രാത്രിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത്. അതായത് നമ്മൾ ഞായറാഴ്ച തന്നെ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മടക്കൽ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ രാത്രിയിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ ഫോൾഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു താത്തയാണ് കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ അവരെ ഇപ്പോൾ രാത്രി തന്നെ ഏൽപ്പിച്ചാലാണ് അവർക്ക് രാവിലെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു രാത്രി സമയത്ത് തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ. ചെറിയ ഏതൊരു കാര്യത്തിന് നമ്മൾ കാണിക്കുന്ന ചെറിയൊരു മടി പോലും നമുക്കത് വലിയ വിനയായിട്ട് മാറാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ മടി കാണിച്ചിട്ട് ഇരിക്കുന്ന ഓരോ സമയങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും മടി കാരണം നമ്മൾ മാറ്റി മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ അതങ്ങനെ മാറ്റി വെക്കുമ്പോഴാണ് കേട്ടോ നമുക്കത് പിന്നീട് വലിയ ബുദ്ധിമുട്ടായി മാറുന്നത്. അതുപോലെ തന്നെ നമ്മൾ മടിച്ചിരുന്നാൽ നമ്മുടെ ഒരു കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ വർക്കിൻ്റെ കാര്യം മാത്രമല്ല, ഇപ്പം നിങ്ങൾ സാധാരണ വീട്ടു ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും നമ്മൾ മടി കാരണം മാറ്റിവെക്കുന്ന പല ജോലികളും നമുക്കത് പിന്നീട് വലിയ ബാധ്യതയായിട്ട് തോന്നാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വർക്കിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്ക് കാണുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർക്ക് പോലും മെയിൻ പ്രശ്നം ഈ ഒരു മടി തന്നെയാണ്. അപ്പോൾ ഒരു മടിയുള്ള ഒരാൾക്ക് ഇല്ലെങ്കിൽ മടിച്ച് നിൽക്കുന്നവർക്ക് എവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും കൂടി പറയുകയാണെങ്കിൽ, നമ്മൾ മടി എന്ന് പറയുന്നത് ചെയ്യാനുള്ള മടി മാത്രമല്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു കാര്യം കൂടി, രണ്ടും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം ചെയ്യാനും ഒരിക്കലും മടി കാണിച്ചിരിക്കരുത്. കാരണം നമ്മൾ മടി കാണിച്ചിരുന്നാൽ അതിൻ്റെ നഷ്ടമില്ലെങ്കിൽ അതിൻ്റെ വില നമ്മൾ തന്നെ അനുഭവിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ ടോപ്പുകളും മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഭാഗം എടുത്തിരിക്കുന്നത് രാത്രി സമയത്താണ്. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ നോമ്പ് തുറൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും നമുക്ക് വലിയൊരു പിന്തുണ തന്നെയാണ് കേട്ടോ. നിങ്ങൾ തരുന്ന കമൻറ്റും ലൈക്കും ഒക്കെ നമുക്ക് പിന്നീട് വീഡിയോ ചെയ്യാനുള്ള ഉന്മേഷം തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ഞായറാഴ്ച വൈകുന്നേരം, അതായത് നോമ്പ് തുറക്കും അത്താഴത്തിനും വേണ്ടിയിട്ട് ഒരുക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈകുന്നേരം ഈ പറഞ്ഞതുപോലെ തോരൻ വയ്ക്കാൻ വേണ്ടി, അതായത് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് കോവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഉപ്പേരി മസ്റ്റായിട്ട് എന്തായാലും വേണം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഉപ്പേരി ഡെയിലി ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് അത്താഴത്തിനും അതുപോലെ രാത്രി ഭക്ഷണം കഴിക്കാനും കൂടിയിട്ട് റെഡിയാക്കിയതായിരുന്നു. പിന്നെ അപ്പോഴത്തേനും നമുക്ക് നോമ്പ് തുറയ്ക്കുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇവിടെ അധികം എണ്ണക്കടിയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയേ ചെയ്യുള്ളൂ കേട്ടോ. അല്ലാതെ വീട്ടിലുണ്ടാക്കുന്ന സ്വഭാവമൊന്നും ഇല്ല കേട്ടോ. പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് ഫ്രൂട്ട്സും അതുപോലെ എണ്ണക്കടികളൊക്കെ കഴിക്കുന്നവരുണ്ടാകും. അപ്പോൾ അധികം ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എണ്ണക്കടികൾ നമുക്ക് അധികവും ആരോഗ്യത്തിന് ദോഷകരമായിട്ടല്ലേ ബാധിക്കാറുള്ളൂ. അപ്പോൾ എണ്ണക്കടികൾ ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സ് അതും ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കുക കേട്ടോ. ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനേക്കാളും ബെറ്റർ നമുക്ക് ഫ്രൂട്ട്സ് ഇതുപോലെ മൊത്തത്തിൽ തന്നെ കഴിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെ വരുമ്പോൾ ഇതുപോലെ തണ്ണിമത്തനും ആപ്പിളും മുന്തിരിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മുറിച്ച് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം തന്നെ സമയം 6 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. 6:37 കേട്ടോ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നത്.
ഞാൻ അസർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് കയറുക. അതായത് നോമ്പ് തുറൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 മണിക്കൊക്കെ നമുക്ക് അടുക്കളയ്ക്ക് കയറുകയാണെങ്കിൽ കറക്റ്റ് സമയമായിരിക്കും കേട്ടോ. പിന്നെ സ്പെഷ്യലായിട്ട് വലിയ ആഡംബരമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നേരത്തെ അതായത് അടുക്കളയ്ക്ക് കയറേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇവിടെ എപ്പോഴും ലേറ്റായിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറും അതുപോലെ കഴിക്കാറൊക്കെ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ അത്താഴത്തിനുള്ളതൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് ആ സമയത്ത് തന്നെ റെഡിയാക്കി വെക്കും. അപ്പോൾ നോമ്പ് തുറക്കുള്ളത് മാത്രമാണ് നമ്മൾ ഈ വൈകുന്നേര സമയത്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ഫ്രൂട്ട്സുകളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നാരങ്ങ വെള്ളം കൂടി കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നൂൽപുട്ടും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കടലക്കറി ഞാൻ ഈ ഒരു മസാല രൂപത്തിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതായത് ഗ്രേവി പോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ട് അതിലൊരു ഇത്തിരി മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, അതുപോലെ ഉള്ളി, പച്ചമുളക്, തക്കാളി എല്ലാം കൂടി ഇട്ട് വഴറ്റിയിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ഇട്ട് മസാലയാക്കിയിട്ട് നമ്മൾ കടല വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രൗൺ കടലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മൾ ഗ്രേവി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് നൂൽപുട്ടിന് കറിയായിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നൂൽപുട്ട് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നോമ്പ് തുറന്നത് നമ്മൾ വെള്ളവും ഈ ഫ്രൂട്ട്സൊക്കെ കഴിച്ച ശേഷം മഗ്‌രിബ് നമസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നീട് നാഷ്ട കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. അപ്പോൾ ഇതാ ഇവിടുത്തെ അത്ത വരുമ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ ഈ ഒരു ഉഴുന്നുവട. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നമുക്ക് നാഷ്ട കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിൽ കൂടെ ഒരു ഗ്ലാസ് ചായയും അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് പള്ളിയിൽ നിന്ന് കഞ്ഞി കിട്ടാറുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ ഒരു കഞ്ഞിക്ക്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തൊക്കെ ആ കഞ്ഞി നോമ്പ് കാലത്ത് എല്ലാ ഭാഗത്തും അധികം കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കഞ്ഞിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൂൽപുട്ടും ഈ കടലക്കറിയും ചായയും അതുപോലെ തന്നെ കഞ്ഞിയും കൂടി കൂട്ടിയിട്ട് നമുക്ക് നോമ്പ് തുറക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മുടെ വർക്കും അതിൽ കൂടി നോമ്പ് മാസം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഭാഗം ഇതിലേക്ക് ആഡാക്കിയത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചെറിയൊരു സ്മൈലി ആയിട്ടെങ്കിലും നമുക്ക് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.